ഈസ്റ്റേൺ മാജിക് അവറിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ ഒരു കേക്ക് എന്ന് വേണമെങ്കിലും പറയാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു പേസ്ട്രിയുടെ കാറ്റഗറി കൊണ്ടുവരാം. കാര്യം ഇത് കേക്കാണെങ്കിലും കേക്കാണോ എന്ന് വെച്ചാൽ കേക്കാണ്, പക്ഷേ എന്നാൽ ഇതൊരു കുറച്ച് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ടൊക്കെ ഇതിൽ ചേരുന്നുണ്ട്. കുറച്ച് മാറ്റത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു നട്ടി കേക്കാണ്. ധാരാളം നട്ട്സൊക്കെ ചേർത്തിട്ടുണ്ട്. നട്ട്സ് എന്ന് പറയുമ്പോൾ കാഷ്യൂനട്ട് ഉണ്ട്, പിന്നെ ആൽമണ്ട്സ്, ബദാമുണ്ട്, അതൊക്കെ കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ഈ നട്ടി കേക്ക്, സ്പെഷ്യലായിട്ടുള്ള നട്ടി കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. ഇതിനു വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെണ്ണ 125 ഗ്രാം, പൊടിച്ച പഞ്ചസാര 1/4 കപ്പ്, മുട്ട 4 എണ്ണം വേർതിരിച്ചത്, മൈദ മാവ് 1/2 കപ്പ്, ബേക്കിംഗ് പൗഡർ 4 ടീസ്പൂൺ, പട്ട പൊടിച്ചത് 1 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയത് 100 ഗ്രാം, ബദാം ചെറുതായി നുറുക്കിയത് 100 ഗ്രാം, പശുവിൻ പാൽ 1 കപ്പ്. ഇനി സിറപ്പിന് വേണ്ട ചേരുവകൾ: പഞ്ചസാര 1 കപ്പ്, വെള്ളം 1/2 കപ്പ്, നാരങ്ങാനീര് 1 ടീസ്പൂൺ. അപ്പോൾ നമ്മുടെ നട്ടി കേക്ക് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു. അതിൽ നട്ടി കേക്ക് എന്ന് പേരിടാൻ തന്നെ കാര്യം, അതിൽ ധാരാളം ആൽമണ്ട്സും ധാരാളം അണ്ടിപ്പരിപ്പും ചേർക്കുന്നു എന്നുള്ളതാണ്. 100 ഗ്രാം 100 ഗ്രാം, അപ്പോൾ രണ്ടും കൂടി ചേർത്ത് 200 ഗ്രാംസ്, ഏതാണ്ട് ഒരു 2 കപ്പോളം വരും. പൊടിച്ചത് മീൻസ് ചെറുതായിട്ട് നുറുക്കിയത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഏതാണ്ട് നമ്മൾ 1/2 കപ്പ് മൈദ മാവ് അളന്ന് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് മൈദ മാവും. ആദ്യം ചെയ്യേണ്ട കാര്യം, അതിലേക്ക് 1 ടീസ്പൂൺ പട്ട പൊടിച്ചത്. പട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ഗരം മസാലയിൽ വരുന്ന കാര്യമാണ് പട്ട പൊടിച്ചത്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് വേറൊരു പേരിൽ വിളിക്കാം, സിനമൺ കേക്ക് എന്നും വിളിക്കാം. പിന്നെ അതിൻ്റെ കൂടെ ബേക്കിംഗ് പൗഡർ. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഒരു 4 ടീസ്പൂൺ, ലെവൽ ടീസ്പൂൺ, ഹീപ്ഡല്ല, കുമിച്ചെടുക്കേണ്ട ലെവൽ. ഒരു 4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതാദ്യം ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഒരു അരിപ്പയിൽ കൂടി ഒന്ന് ഇടഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ പട്ട പൊടിച്ചത് 1 ടീസ്പൂൺ, അതും ലെവൽ ടീസ്പൂണാണ്, കുമിച്ചെടുക്കണം എന്നില്ല. ശരിക്കും പട്ട പൊടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഈ കേക്ക് ബേക്കായി വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സിനമൺ കേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിന് പേരിടാം. അപ്പോൾ നമുക്ക് തോന്നും ഇത്രയും പട്ടയൊക്കെ എന്തിനാണ് ഇതിൽ ചേർക്കുന്നത്, പക്ഷേ അത്രയും ചേർത്താൽ അതിൽ വേറെ ഒന്നും വാനില എസൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട, നല്ല മണമാണ്. അപ്പോൾ പട്ട പൊടിച്ചതും ചേർത്ത്. അപ്പോൾ ശരിക്കും 4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 കപ്പ് മൈദയും കൂടി ഒന്ന് നന്നായിട്ട് ഇടയുക അരിപ്പയിൽ കൂടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കാൻ വന്നത് പട്ട പൊടിച്ചത് 1 ടീസ്പൂൺ. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാരണ കേക്കുകളിലെല്ലാം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. വെണ്ണയും പൊടിച്ച പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഒരു 125 ഗ്രാം വെണ്ണയും, ഉപ്പില്ലാത്ത വെണ്ണയും, അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, രണ്ടും കൂടി ചേർത്തിട്ട് കുറച്ചുകൂടി വലിയൊരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഒന്നുകിലും തടിത്തവിയുണ്ട്, അല്ലെങ്കിൽ ബ്ലെൻഡറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ബ്ലെൻഡറിലാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. 125 ഗ്രാം വെണ്ണ, റൂം ടെമ്പറേച്ചറിലുള്ള വെണ്ണയാണ്. അതിലേക്ക് ഇത് അളന്ന് വെച്ചിരിക്കുകയാണ്. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, അതും കൂടി ചേർക്കാം. പൊടിച്ച പഞ്ചസാരയും ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിക്കാം. നമ്മൾ പിന്നെ ഒരു കാര്യം കൂടി ചെയ്ത് വെക്കണം. 4 മുട്ട എടുത്തിട്ട് അതിൻ്റെ മഞ്ഞയും വെള്ളയും വേർതിരിച്ച് വയ്ക്കുക. അപ്പോൾ ഇതിലിപ്പോൾ മഞ്ഞ 4 ഞാൻ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്, വൈറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് അവസാനം ചേർക്കുള്ളൂ. ഇത് ആദ്യത്തെ ജോലി. അപ്പോൾ വെണ്ണയും പൊടിച്ച പഞ്ചസാരയും കൂടി നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ടുണ്ട്. നല്ല ഫ്ലഫിയായി. ഇത് എത്രത്തോളം നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കുന്നു അത്രത്തോളം ടെക്സ്ചർ നമ്മുടെ കേക്കിൻ്റെ നന്നായിരിക്കും. ഇങ്ങനെ പതപ്പിച്ച് കഴിഞ്ഞാൽ അടുത്തായിട്ട് ചേർക്കേണ്ടത് 4 മുട്ടയുടെ മഞ്ഞ. ഇതിലേക്ക് യോജിപ്പിക്കും. അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ചൊഴിച്ചാൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മൈദ മാവ് ഇടഞ്ഞു വെച്ചിരിക്കുന്നത് കുറേശ്ശെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് യോജിപ്പിക്കണം.
അപ്പോൾ ഈ മൈദ ചേർത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ടൈറ്റായി തുടങ്ങുമ്പോൾ അതൊന്ന് ലൂസൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പാല് കുറേശ്ശെ വീണ്ടും ഒഴിച്ചു. നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ ഇപ്പോൾ 1 കപ്പ് പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അത് ടൈറ്റ് കൂടുതലാണെങ്കിൽ ഒരു 1.5 കപ്പ് വരെ മാക്സിമം ചേർക്കാം. നമ്മൾ 1.5 കപ്പ് പാലെടുത്ത് റെഡിയാക്കി വയ്ക്കണം. എന്തായാലും ഒരു ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കിട്ടണം. അപ്പോൾ എത്ര പാല് വേണമെങ്കിലും ഒഴിക്കാം, 1 മുതൽ 1.5 കപ്പ് വരെ. എന്തായാലും അതൊന്ന് കറക്റ്റ് ഒരു പ്രൊപ്പോർഷനിൽ വരണം. ഇനി ഇതിലേക്ക് നമ്മൾ നട്ടി കേക്കാണ്, അപ്പോൾ നിറച്ച് ആൽമണ്ട്സ്, ബദാം ചെറുതായിട്ട് നുറുക്കിയത് ആദ്യം. അതിൻ്റെ കൂടെ 100 ഗ്രാം ഉണ്ട്, 100 ഗ്രാം അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയത്, അതും കൂടി ചേർത്തൊന്ന് യോജിപ്പിക്കണം. തടി കൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. അങ്ങനെ എല്ലാം കൂടി യോജിപ്പിച്ച് ഇനി നമുക്ക് മുട്ടയുടെ വെള്ള നന്നായിട്ട് പതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുകയാണെങ്കിൽ എഗ് വൈറ്റും കൂടി അതിലേക്ക് സാവധാനം യോജിപ്പിക്കണം. അപ്പോൾ എഗ് വൈറ്റിന് 4 മുട്ടയുടെ വെള്ള ഇവിടെ റെഡിയാണ്, അതൊന്ന് നല്ലതായിട്ട് അടിച്ച് പതപ്പിക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റുന്നു. എന്നിട്ട് ഒരു ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നമ്മളത് പതപ്പിക്കാൻ പോകണം. വൈറ്റ് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സാവധാനം നമ്മുടെ കേക്ക് ബാറ്ററിൽ യോജിപ്പിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയിൽ നിന്നും കുറച്ച് ഒരു 1/3 എന്നൊക്കെ പറയുകയാണെങ്കിൽ 1/3 ഭാഗം എടുത്തിട്ട് ആദ്യം ഒന്ന് യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കുറച്ചുകൂടി ഒന്ന് ലൈറ്ററാകും. അങ്ങനെയാണ് സാധാരണയായിട്ട് ചെയ്യേണ്ടത്. എല്ലാം കൂടി ചേർക്കുന്നതിന് പകരം ആദ്യം ഒരു ശകലം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ലൈറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ചൊരു എസെൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം നമുക്ക് പട്ടയൊക്കെ ചേർത്ത് മണമാണ് പട്ടയുടെ, അതുകൊണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മണം അറിയാൻ പോകണം. ഇപ്പം അത്ര അറിയില്ല. അപ്പോൾ ഇപ്പം തന്നെ കേക്ക് ബാറ്റർ കുറച്ച് ലൈറ്ററായി. ഇനി നമ്മൾ ബാക്കി എഗ് വൈറ്റ് കൂടി അതിനകത്ത് ചേർത്ത് സാവധാനം യോജിപ്പിക്കും. പുഡിങ്ങിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സൂഫ്ലേക്കൊക്കെ ചെയ്യുന്ന പോലെ നല്ല ലൈറ്റ് ഒരു ടെക്സ്ചറായിട്ട് മാറും. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എഗ് വൈറ്റും ചേർത്തു, എല്ലാം കഴിഞ്ഞു. ഇനി വേറെ ഒന്നുമില്ല. ഇത് ബേക്ക് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ചൂടായി കിടക്കുന്ന അവനിലേക്ക് വെച്ച് ഒരു ഏകദേശം ഒരു 40 മിനിറ്റ് സമയം ഒരു 180 ഡിഗ്രി, ഒരു 170 to 180, ആ ഒരു 170 മുതൽ 180 വരെ ഒരു മോഡറേറ്റ് ചൂടുള്ള ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന ബേക്കിംഗ് ട്രേ എന്ന് പറയുന്നത് സിലിക്കോണിൻ്റെ ആണ്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇളകിയിരിക്കും. അപ്പോൾ ഞാൻ അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ മാറ്റാൻ പോകും. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഇലക്ട്രിക് അവനിലേക്ക് കയറ്റി കഴിഞ്ഞു. ഇനി നമ്മളൊരു 40 മിനിറ്റ്സ് എങ്കിലും കാത്തിരിക്കണം.